And it looks like our first crew member out of the spacecraft is NASA astronaut Mike Fink. എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന 4 പേരെയും അതെ ഓരോരുത്തരെയായി പേടകത്തിന് പുറത്തേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറിയ അതീവ സങ്കീർണമായിട്ടുള്ള ഒരു ദൗത്യം വളരെ ഈസിയായി തന്നെ എന്തായാലും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. 4 പേരെയും ഭൂമിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ പ്രത്യേകം തയ്യാറാക്കിയ പ്ലാറ്റ്ഫോമിലേക്ക് പേടകം എത്തിച്ച ശേഷം അവരെ ഓരോരുത്തരെയായി പുറത്തേക്ക് എത്തിക്കുകയാണ്. ഇനിയുള്ള നിമിഷങ്ങൾ ഇനി ഈ പ്രോട്ടോകോൾ പ്രകാരം ഇനി നമ്മൾ ആക്സിയം മിഷൻ പ്രജിഷൻ ഓർമ്മയുണ്ടാകും. ശുഭാൻഷു ശുക്ല മടങ്ങി വന്ന ആ സമയത്ത് പോലെ ഇപ്പം ഒരാൾ മെഡിക്കൽ എമർജൻസി ആയി വന്നതുകൊണ്ട് ഒരു പക്ഷേ ഈ സമയത്തെ തത്സമയ ദൃശ്യങ്ങൾ നാസ നൽകില്ല എന്നൊരു വിലയിരുത്തൽ കൂടി ഉണ്ടായിരുന്നു. കാരണം ഈ പറയുന്നതിൽ നാസയുടെ ഒരു യാത്രികൻ അസുഖബാധിതനാണ്, അതുകൊണ്ട് ഒരു പക്ഷേ ഈ ദൃശ്യങ്ങൾ നൽകിയേക്കില്ല എന്നുള്ളൊരു വിവരം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോഴും നാസ നൽകുന്നുണ്ട്. അപ്പോൾ ക്രൂ 11 സംഘത്തിൽ ഇത് വിജയകരമായി ദൗത്യം ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. പേടകം റിക്കവർ ചെയ്ത് കഴിഞ്ഞു. റെസ്ക്യൂ ടീമിനുള്ള ഡോക്ടർ ഈ പേടകത്തിനകത്തേക്ക് പോയി 4 പേരെയും പരിശോധിച്ചു. പുറത്തേക്ക് ഇറക്കാൻ കഴിയാത്ത തരത്തിലുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചു. അതിനുശേഷം ഇപ്പോൾ ഓരോ യാത്രികരെയായും പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 4 യാത്രികരാണ് സ്പേസ് എക്സിന്റെ ഈ ക്രൂ 11 പേടകത്തിലുള്ളത്. അതിൽ നാസയുടെ സെന കാഡ്മാനും മൈക്ക് ഫിൻകും ഉണ്ട്. അതിലിപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം ഇറങ്ങുക ഒരു പക്ഷേ ഇത് സെന കാഡ്മാനെ ആയിരിക്കും ഇറക്കിയിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് മൈക്ക് ഫിൻക്ക്, അത് കഴിഞ്ഞ് ജാക്സയുടെ കിമിയ യുയി ഇറങ്ങും. അത് കഴിഞ്ഞ് റോസ്കോസ്മോസിന്റെ ഒലെഗ് പ്ലാറ്റിനോവ്. ഇങ്ങനെ 4 പേരെയാണ്. ഇതിൽ ആദ്യത്തെ ബഹിരാകാശ യാത്രികനെ ഇറക്കി കഴിഞ്ഞു. ഇനി മറ്റു 3 പേരെ കൂടി ഇറക്കേണ്ടതുണ്ട്. ഓരോരുത്തരെയും ഇവിടെ മെഡിക്കൽ എമർജൻസി സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇവരെ ട്രാൻസ്പോർട്ട് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഹെലികോപ്റ്ററും അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അടുത്ത ഘട്ടം അതാണ്. അത് കഴിഞ്ഞ് കൃത്യം 1.5 മണിക്കൂർ കഴിഞ്ഞ് നാസയുടെ ഒരു വാർത്താ സമ്മേളനം കൂടി ഉണ്ടാകും. എന്തുകൊണ്ട് ഒരു മെഡിക്കൽ എമർജൻസി കാരണം നാസയുടെ മിഷൻ 1 മാസം മുൻപേ വെട്ടിച്ചുരുക്കി എന്നുള്ള ഒരു വിശദീകരണം നമ്മൾ നാസയിൽ നിന്ന് 4:30 നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലൈമറ്റിന്റെ കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഈ ദിവസം തീരുമാനിച്ചിട്ടുണ്ട്? ഇന്ന് വളരെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇപ്പോൾ നമുക്കിവിടെ സമയം ഉച്ച തിരിഞ്ഞാണെങ്കിലും അവിടെ കാലിഫോർണിയയിൽ വെളുപ്പാണ്, പുലർച്ചെ സമയമാണ്. അപ്പോൾ വളരെ ശാന്തമായ കാലാവസ്ഥയാണ്. അതുകൊണ്ടുകൂടിയാണ് ഇന്നത്തെ ദിവസം ഈ സ്പ്ലാഷ് ഡൗണിന് വേണ്ടി തെരഞ്ഞെടുത്തതെന്ന് കൂടി പറയേണ്ടതുണ്ട്. എന്തായാലും ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാസയുടെ ക്രൂ 11 സംഘാംഗങ്ങൾ ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞു. രണ്ടാമത്തെ യാത്രികൻ കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. നാസയുടെ തന്നെ മൈക്ക് ഫിൻക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി 2 പേരും കൂടിയാണ് ഈ പേടകത്തിൽ നിന്ന്, സ്പേസ് എക്സിന്റെ പേടകത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളത്. 2 പേർ കൂടിയാണ്. അതോടുകൂടി അത് കഴിഞ്ഞാൽ ഈ 4 പേരെയും വളരെ ഒരു പ്രശ്നവുമില്ലാതെ അവിടെയുള്ള റെസ്ക്യൂ ടീം അംഗങ്ങളോട് സന്തോഷത്തോടെ ചിരിച്ച് കൈ കാണിച്ച് ഒക്കെയാണ് ആ ബഹിരാകാശ യാത്രികൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇനി മറ്റ് 2 പേർ കൂടി ആ പേടകത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ ഇവരെ വൈദ്യസഹായത്തിനും മെഡിക്കൽ നിരീക്ഷണത്തിനും ഇവരുടെ പേശികളുടെ ബലക്ഷമതയും എല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. കായിക ക്ഷമതയടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതിന് വിദഗ്ധ ചികിത്സയ്ക്ക് ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പേടകത്തിന്റെ റിക്കവറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആദ്യത്തെ മിഷനല്ല, നിരവധി മിഷനുകൾ നടത്തിയതാണ്. ഇനിയും കുറേ അധികം മിഷനുകൾ നടത്തേണ്ടതാണ്. അതുകൊണ്ടാണ് ഉപ്പ് അവിടെ നിന്ന് വന്ന സമയത്ത്, ഈ സ്പ്ലാഷ് ഡൗണിന്റെ സമയത്തൊക്കെ ഈ പേടകത്തിന് മുകളിൽ അതിനൊക്കെ ആദ്യം അവിടെ കടലിൽ വെച്ച് തന്നെ ഒരു വാട്ടർ സ്പ്ലാഷ് നടത്തി. അത് കഴിഞ്ഞ് പേടകം റിക്കവർ ചെയ്തതിനു ശേഷം ഒരു വാട്ടർ സ്പ്ലാഷ് നടത്തി. ഇതെല്ലാത്തിനു ശേഷമാണ് ബഹിരാകാശ യാത്രികരെ ആ പേടകത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി 2 യാത്രികരെ കൂടിയാണ് പുറത്തേക്ക് ഇറക്കാനുള്ളത്. അല്പസമയത്തിനകം തന്നെ നാസ അഡ്മിനിസ്ട്രേറ്ററുടെ വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ എന്താണ് കാര്യം? ഈ രോഗാവസ്ഥ സംബന്ധിച്ച വ്യക്തിവിവരങ്ങളൊന്നും സാധാരണ കൈമാറാറില്ല. പ്രോട്ടോകോൾ പ്രകാരം എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഒരു കൃത്യമായ വിവരം നാസയുടെ ഭാഗത്തു നിന്നും അറിയിപ്പായി ലഭ്യമാകുമോ? പേര് വിവരങ്ങൾ എന്തായാലും നാസയുടെ ഒരു ബഹിരാകാശ യാത്രികനാണ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായ വിവരം. പക്ഷേ നാസയുടെ ആ യാത്രികൻ ആരാണ്, എന്താണ് രോഗാവസ്ഥ എന്ന് നാസ ഒരിക്കലും പറയുന്നില്ല, അല്ലെങ്കിൽ അസുഖബാധിതൻ എന്ന് പറയുന്നില്ല. ഒരു മെഡിക്കൽ എമർജൻസി എന്ന് പറയുമ്പോൾ സാധാരണയുള്ള ആരോഗ്യ പെരിമീറ്ററിൽ എന്തോ ഒരു ചെറിയൊരു വ്യത്യാസം, അല്ലാതെ അസുഖം എന്തെങ്കിലും ബാധിച്ചു, രോഗാവസ്ഥ എന്നുള്ള വാക്ക് ഇതുവരെ നാസ ഉപയോഗിച്ചുള്ള മെഡിക്കൽ ഇവാക്യുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഒരു അസുഖമാണ് എന്ന തരത്തിലൊരു സ്ഥിരീകരണമൊന്നും നാസയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ
എന്തായാലും ആ പേര് സ്വകാര്യത മാനിച്ചുകൊണ്ട് പേര് വിവരങ്ങൾ ഒരിക്കലും നാസ പറയുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും 4:30-ക്കുള്ള വാർത്താ സമ്മേളനത്തിൽ എന്തുകൊണ്ട് മിഷൻ വെട്ടിച്ചുരുക്കി ബഹിരാകാശ നിലയത്തിൽ തന്നെ ചികിത്സ നൽകാമായിരുന്നില്ലേ എന്നുള്ളത് മൂന്നാമത്തെ യാത്രികൻ കൂടി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അത് ജാക്സയുടെ ജർമ്മനിയുടെ ജാക്സയുടെ കിമിയ യുയി കൂടി ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുകയാണ്. അദ്ദേഹവും ചിരിച്ചുകൊണ്ട് തന്നെയാണ് ആ പേടകത്തിൽ നിന്ന് സ്പേസ് എക്സിന്റെ ക്രൂ പേടകത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ അദ്ദേഹവും കൈയൊക്കെ വീശി കാണിച്ച് ഹായ് പറഞ്ഞ് അവിടെയുള്ള എമർജൻസി സംഘങ്ങളോട് ചിരിച്ച് ആണ് ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങുന്നത്. ഇനി ഒരാൾ കൂടിയാണ് ബാക്കിയുള്ളത്. അത് സ്വാഭാവികമായും റോസ്കോസ്മോസിന്റെ റഷ്യയുടെ ഒലെഗ് പ്ലാറ്റ്നോവ് കൂടിയാണ് ഇനി പുറത്തേക്ക് ഇറങ്ങാൻ ബാക്കിയുള്ളത്. ആദ്യം നാസയുടെ 2 പേരെയാണ് പുറത്തേക്ക് ഇറക്കിയത്. അത് അതിന്റെ ഒരു ഓർഡറാണ്. മിഷൻ ക്യാപ്റ്റൻ അത് കഴിഞ്ഞ് ബാക്കിയുള്ള 3 യാത്രികർ അങ്ങനെയാണ്. ഇപ്പോൾ ഇനി 4ാമത്തെ ഒരാൾ കൂടിയാണ് ബാക്കിയുള്ളത്. അത് റഷ്യയുടെ റോസ്കോസ്മോസിന്റെ ഒലെഗ് പ്ലാറ്റ്നോവിനെ കൂടി ഇപ്പോൾ പുറത്തേക്ക് ഇറക്കാൻ പോവുകയാണ്. അങ്ങനെ റിക്കവറി ക്രൂ 11ന്റെ റിക്കവറി പൂർണ്ണമായും വിജയകരമായി ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി ഒരാളെ കൂടി മാത്രമാണ് പുറത്തേക്ക് ഇറക്കാനുള്ളത്. ഇവിടെ നിന്ന് ആദ്യം ഇവിടെ വെച്ച് തന്നെ പ്രാഥമിക ചികിത്സ നൽകേണ്ടതെല്ലാം നൽകും. അവരുടെ ചില ചലനമടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും അവിടെ ഹെലികോപ്റ്റർ സജ്ജമാണ്. അവിടെ നിന്ന് നാസയുടെ തന്നെ ആശുപത്രിയിലേക്ക് മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ നിന്ന് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ടാണ് എന്തുകൊണ്ട് കാരണം 25 വർഷം 2000-ലാണ് ബഹിരാകാശ നിലയം. അവിടെ മുതൽ ഇങ്ങോട്ട് 25 വർഷം 2025-ലാണ് നമ്മൾ നിൽക്കുന്നത്. ആ 25 വർഷത്തെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് ആദ്യത്തെ ഒരു മെഡിക്കൽ ഇവാക്യുവേഷനാണ്, മെഡിക്കൽ എമർജൻസി ഇവാക്യുവേഷനാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് വെട്ടിച്ചുരുക്കി, എന്തുകൊണ്ടാണ് 1 മാസം മുൻപ് ഈ ദൗത്യം നിർത്തിയത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത, ഒരു വിശദീകരണം നമുക്ക് ലഭ്യമാവുക അപ്പോഴായിരിക്കും എന്നുള്ള കാര്യം അറിയാം. എന്നാലും വിജയകരമായി അൺഡോക്കിംഗ് പ്രക്രിയ മുതൽ ഇങ്ങോട്ട് ഭൂമിയിലേക്കുള്ള മടക്കം മുതൽ ഇങ്ങോട്ട് സ്പ്ലാഷ് ഡൗൺ, അത് കഴിഞ്ഞ് റിക്കവറി എല്ലാം വിജയകരമായി ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി 4ാമത്തെ യാത്രികൻ കൂടി ഈ പേടകത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്. 4ാമത്തെ യാത്രികൻ കൂടി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റിക്കവറി മിഷൻ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് നമുക്ക് പറയാൻ കഴിയും. റോസ്കോസ്മോസിന്റെ ഒലെഗ് പ്ലാറ്റ്നോവിനെ കൂടിയാണ്. ഇപ്പോൾ മെഡിക്കൽ എമർജൻസി ആണെങ്കിലും ഇപ്പോൾ ഇറങ്ങിയ 3 യാത്രികരും അതിപ്പോൾ സെന കാഡ്മാൻ ആണെങ്കിലും ശരി, മൈക്ക് ഫിൻക്ക് ആണെങ്കിലും ശരി, കിമിയ യുയി ആണെങ്കിലും ശരി, ആ പേടകത്തിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് കൈവീശി കാണിച്ച് ചിരിച്ച് അവിടെയുള്ള റെസ്ക്യൂ ടീമിനോടൊക്കെ കൈവീശി കാണിച്ചാണ്. അതായത് അത്രയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഇറങ്ങിയ സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 4ാമത്തെ യാത്രികൻ റോസ്കോസ്മോസിന്റെ ഒലെഗ് പ്ലാറ്റ്നോവ് കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹത്തിന് ഒരു പ്രശ്നങ്ങളില്ല. അദ്ദേഹം എണീറ്റ് നിൽക്കുന്നു. അദ്ദേഹത്തിന് അത് കഴിഞ്ഞ് അവിടെയുള്ള കൊണ്ടുപോകേണ്ട ആ സജ്ജീകരണത്തിലേക്ക് ഇരുത്തും. അങ്ങനെ 4 പേരെയും ഭൂമിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നാസ ദൗത്യം അങ്ങനെ മടങ്ങിവരൽ ദൗത്യം പൂർണ്ണമായും വിജയിപ്പിച്ചിരിക്കുന്നു എന്ന് 4 പേരും ഇനി അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പ്രോട്ടോകോൾ പ്രകാരമുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുമെന്നറിയുന്നു.